എൻ്റെ പ്രിയപ്പെട്ട ഒന്നാം വർഷ തുല്യതാ പഠിതാക്കളെ നമസ്കാരം. അക്ഷരകൈരളി ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21 to 28. ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ഇൻ 80 വേർഡ്സ്. ഒരു പേജ് എഴുതാനുള്ള ചോദ്യമാണ്. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ ചോയ്സസ് ഉണ്ട്. 21ാമത്തെ ചോദ്യം, നരേറ്റ് ദ സ്റ്റോറി ഓഫ് മെഹമ്മൂദ് ദ കൈറ്റ് മേക്കർ. കൈറ്റ് മേക്കറിൻ്റെ കഥ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. മെഹമ്മൂദ് ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ കൈറ്റ് മേക്കർ, റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. ഹി വാസ് ആൻ ഓൾഡ് കൈറ്റ് മേക്കർ. വയസ്സാണ്. ഹി വാസ് വെരി പോപ്പുലർ എമംഗ് ദ റിച്ച് ആൻഡ് ദ പുവർ വൺസ്. ഒരിക്കൽ വളരെ പോപ്പുലറായിരുന്ന ആളാണ് അല്ലേ. പാവപ്പെട്ടവൻ്റെ അടുത്തും അതുപോലെ പണക്കാരൻ്റെ അടുത്തും ഒരുപോലെ പ്രശസ്തനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. Many people, including the Nawab, visited him at a time when kite flying was a noble pastime. പട്ടംപറത്തിൽ ഒരു മഹത്തായ വിനോദമായിരുന്ന സമയത്ത് അവിടുത്തെ നവാബ് പോലത്തെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തിരുന്നു. When he was getting old, വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ the society was getting newer. സമൂഹം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, നവീകരിക്കപ്പെടുകയായിരുന്നു. People lost interest in kite flying. ജനങ്ങൾക്ക് കൈറ്റ് ഫ്ലൈയിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് സൺ അലി സോ മച്ച്. ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു സ്വന്തം പേരക്കുട്ടിയായ അലിയെ അദ്ദേഹം. ദ ഓൾഡ് മാൻ റിമൈൻ ഡ്രീമിങ് ഇൻ ദ സൺ. അദ്ദേഹം പിന്നീട് വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടുകൊണ്ട് വെയിലത്ത് കിടക്കുകയാണ്. ഹിസ് കൈറ്റ് ഷോപ്പ് ഹാഡ് ഗോൺ. അദ്ദേഹത്തിൻ്റെ പഴയ കൈറ്റ് ഷോപ്പ് പോയിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഹി മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെൻറ്റ് ആൻഡ് ഫോർ ഹിസ് ഗ്രാൻഡ് സൺ അലി. അലിക്ക് വേണ്ടിയിട്ടും സ്വന്തം വിനോദത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം ഇപ്പോഴും പട്ടമുണ്ടാക്കുന്നുണ്ട്. ഇൻ ഹിസ് ഓൾഡ് ഏജ് നോ വൺ വിസിറ്റഡ് ഹിം. വയസ്സായ സമയത്ത് ആരും അദ്ദേഹത്തെ സന്ദർശിച്ചില്ല. മെഹമ്മൂദ് വാസ് ലൈക്ക് ദ ബനിയൻ, ഹിസ് ഹാൻഡ്സ് നാൾഡ് ആൻഡ് ട്വിസ്റ്റഡ് ലൈക്ക് ദ റൂട്ട്സ് ഓഫ് ദ ആൻഷ്യൻ ട്രീ. അവിടെ നിന്നിരുന്ന പുരാതനമായ ആൽമരത്തിൻ്റെ വേരുകൾ പോലെ അദ്ദേഹത്തിൻ്റെ കൈകളും പരിവരുത്തതും പിണഞ്ഞതുമായിരുന്നു. അടുത്ത ചോദ്യം, ഇമാജിൻ യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ ജോൺ റൂബ്ലിംഗ്, ദ മാൻ ബിഹൈൻഡ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. പ്രിപ്പയർ 6 പോസിബിൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. വാഷിങ്ടൺ റൂബ്ലിങ്ങിനോടല്ല, ജോൺ റൂബ്ലിങ്ങിനോടാണ് അല്ലേ. വാഷിങ്ടൻ്റെ പിതാവായ ജോൺ റൂബ്ലിങ്ങിനോടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഇതാ കുറച്ച് എക്സാമ്പിൾസ്. ചോദ്യം മാത്രം മതി, ഉത്തരം വേണ്ട അല്ലേ. 6 ക്വസ്റ്റ്യൻസ് തന്നെ പറഞ്ഞിട്ടുള്ളൂ. 6 മാർക്കിനുള്ളതല്ലേ, 6 ചോദ്യങ്ങൾ. വാട്ട് ഇൻസ്പയർഡ് യു ടു കൺസ്ട്രക്ട് എ സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ലോങ് ഐലൻഡ്. അപ്പോൾ ഇങ്ങനെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്, ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂക്കുപാലം ഉണ്ടാക്കാൻ താങ്കളെ എന്താണ് ഇൻസ്പയർ ചെയ്തത്? ഡിഡ് എനി വൺ സപ്പോർട്ട് യു ഇൻ ദിസ് വെഞ്ചർ. ഈ ഒരു അറ്റംപ്റ്റിൽ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു? വൈ ഡിഡ് ദ ബിൽഡിംഗ് എക്സ്പേർട്സ് ഒപ്പോസ് യുവർ ഐഡിയ. എന്തുകൊണ്ടാണ് എക്സ്പേർട്സ് നിങ്ങളുടെ ഐഡിയയെ എതിർത്തത്? ആർ യു സോ കോൺഫിഡൻറ്റ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹാങ്ങിങ് ബ്രിഡ്ജ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് അതർ എക്സ്പേർട്സ്? വാട്ട്സ് ദ അപ്രോച്ച് ഓഫ് ഗവൺമെൻറ് ടുവേർഡ്സ് ദിസ്. ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ് നിങ്ങളുടെ ഈ പ്രൊജക്റ്റിൽ? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ദ പ്രൊജക്ട് കംപ്ലീറ്റഡ്. എത്ര കാലം പിടിക്കും പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവാൻ? ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളെങ്കിലും നമ്മൾ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Migali decides to send an email to one of his friends, Ivano, describing the benevolence and magnanimity of the Chinaman. ചൈനാമൻ്റെ ആ ഒരു ഔദാര്യത, അദ്ദേഹത്തിൻ്റെ ആ മനോവിശാലതയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് സുഹൃത്തായ ഇവാനോയ്ക്ക് ഇമെയിൽ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക. ഒരു ഇമാജിനറി, അതായത് ഇവാനോയ്ക്കാണ് അയക്കുന്നത്, അതുകൊണ്ടൊരു ഇമാജിനറി മെയിൽ ID ഉണ്ടാക്കുന്നു. CC/BCC കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സബ്ജക്റ്റ് എഴുതുക. എന്താണ്? മാഗ്നാനിമിറ്റി ഓഫ് ചൈനാമാനാണ് നമ്മൾ സബ്ജക്റ്റ് എഴുതിയത്. ഡിയർ ഫ്രണ്ട് ഇവാനോ, അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നു. ഹാപ്പി ടു നോ ദാറ്റ് യു ആർ ഡൂയിങ് വെൽ. അല്ലേ, നിങ്ങൾക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ സന്തോഷം. ആസ് യു നോ, ഐ വാസ് വാണ്ടറിങ് ലൈക്ക് എ ലോസ്റ്റ് സോൾ ഓൾ ദീസ് ഡേയ്സ്, സ്ട്രഗ്ലിംഗ് ടു ലുക്ക് ആഫ്റ്റർ മൈ യങ് ബ്രദർ. നിനക്കറിയാവുന്നതുപോലെ ഞാനൊരു വാണ്ടറിങ് സോളായിട്ട് അലഞ്ഞു തിരിയുന്ന ആത്മാവായിരുന്നു ഈ ദിവസങ്ങളിൽ അത്രയും. എന്തിനാ? എൻ്റെ കൂടപ്പിറപ്പിനെ, എൻ്റെ ചെറിയ സഹോദരനെ നോക്കാൻ. ഇപ്പോൾ എനിക്ക് സന്തോഷമാണ് അല്ലേ. ഐ എം ഹാപ്പി നൗ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ മൈ ലിറ്റിൽ ബ്രദർ വാസ് ഫെഡ് ബൈ എ ചൈനമാൻസ് വൈഫ്. ഇന്നത്തെ ദിവസം ഞാൻ മറക്കുകയില്ല. കാരണം എൻ്റെ ചെറിയ ബേബി അല്ലേ, ദാറ്റ് ലിറ്റിൽ ബോയ് വാസ് ഫെഡ് ബൈ ചൈനമാൻസ് വൈഫ്. ആ ചൈനമാൻ്റെ ഭാര്യ എൻ്റെ കുട്ടിക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ മുലപ്പാൽ കൊടുത്തു. നോ വുമൺ ഇൻ ദ ക്യാമ്പ് കെയിം ടു ഹെൽപ്പ് ദ ചൈൽഡ്. ക്യാമ്പിൽ ആരും തന്നെ അവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. ടുഡേ വെൻ ഐ വാസ് സോബിങ് ഡെസ്പറേറ്റ്ലി എ ചൈനമാൻ കെയിം ടു കൺസോൾ മീ. ഞാൻ അവിടെ നിന്ന് പുറത്തു നിന്ന് വിതുമ്പുന്ന സമയത്ത് ഒരു ചൈനമാൻ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നു. ഹി വാസ് ദ വൺ ഹു വാസ് മോക്ക്ഡ് അറ്റ് ബൈ ദ റെഫ്യൂജീസ് ഫോർ ഹിസ് കളർ ആൻഡ് സ്കിൻ ഡൈസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളർ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ കോങ്കണ്ണ് കണ്ടിട്ടും അവിടെ റെഫ്യൂജി ക്യാമ്പിലുള്ള എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ഹി ഇൻവൈറ്റഡ് മീ ടു ഹിസ് ഹൗസ് സീയിങ് മൈ പ്ലൈറ്റ്. എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു.
ദോ സ്കെയർഡ്, ഭയമുണ്ടായിരുന്നെങ്കിലും ഐ ഫോളോഡ് ഹിം, ഞാൻ അവരെ പിന്തുടർന്നു. ഹി സ്റ്റോപ്പ് ബിഫോർ എ സ്മോൾ വുഡൻ ക്യാബിൻ. ഹിസ് വൈഫ് ഓപ്പൺ ദ ഡോർ ആൻഡ് ഐ വാസ് ഷോൺ ഇൻ. എന്നെ ഉള്ളിലേക്ക് വിളിച്ചു. There was their little sleeping baby. Then the Chinaman silently sat on my famished little brother on her lap. എൻ്റെ ആ പട്ടിണി കിടന്നിരുന്ന ചെറിയ ബ്രദറിനെ ആ സ്ത്രീയുടെ മടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചൈനാമാൻ നിശബ്ദമായിട്ട്. At first she cried and then with immense pity she pressed the baby to her heart and gave it breast milk. ആദ്യം ഭയന്ന് നിലവിളിച്ചെങ്കിലും പിന്നീട് ദയോടുകൂടി ആ കുട്ടിയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് അതിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തു. I wanted to share the benevolence of that Chinaman to somebody I know. എനിക്കറിയാവുന്ന ആരോടെങ്കിലും ഈ കാര്യം പറയണമെന്ന് തോന്നി. That's why I sent this mail to you. I am looking forward to hearing from you. നിന്നിൽ നിന്ന് ഉടൻ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് lovingly yours, Mikhali. Next, imagine the people in your village are greatly disturbed by the stray dogs. തെരുവ് നായ്ക്കളാൽ നിങ്ങളുടെ വില്ലേജേഴ്സ് പ്രയാസപ്പെടുകയാണ്. As a responsible citizen, you decide to write a letter to the editor of a newspaper highlighting the issue to publish in his newspaper. Prepare a likely letter to the editor. അതായത് ഇങ്ങനത്തെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു റെസ്പോൺസിബിൾ സിറ്റിസനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ പത്രാധിപർക്ക് ഒരു കത്തയക്കാനാണ്. ആദ്യം ഫ്രം അഡ്രസ്സ് എഴുതിയിരിക്കുന്നു, ഒരു മേജറിൻ്റെ അഡ്രസ്സ്, ഡേറ്റ്, അതിനുശേഷം ദ എഡിറ്റർ, ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ പേര്, അതിൻ്റെ എഡിഷൻ. ഇപ്പോൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒഫീഷ്യൽ ലെറ്ററിൻ്റെ രീതിയിൽ നമ്മൾ എഴുതി. അതിനുശേഷം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് മെനസ് ഓഫ് സ്ട്രേ ഡോഗ്സ് ആണ്. തെരുവ് നായ്ക്കളുടെ വർദ്ധിച്ചു വരുന്ന ഉപദ്രവം അല്ലെങ്കിൽ ശല്യം, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. സർ, ഐ എം എ റെഗുലർ ഫോളോവർ ഓഫ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത അവരുടെ ഏത് പത്രത്തിൻ്റെ എഡിറ്റർക്കാണോ ആ പത്രത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ഡെയിലി ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദ കൈൻഡ് അറ്റൻഷൻ ഓഫ് ദ അതോറിറ്റീസ് കൺസേൺഡ് ആൻഡ് കോമൺ മാസസ് ടുവേർഡ്സ് ദ മെനസ് ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ അവർ സ്ട്രീറ്റ്. അപ്പോൾ ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ഡെയിലി മുതൽ കോമൺ മാസസ് ടുവേർഡ്സിന് ശേഷം നമ്മുടെ ടോപ്പിക് എന്താണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ഇപ്പോൾ ടോപ്പിക്ക് മാത്രം മാറ്റിയാൽ മതി. ഈ വേർഡിങ്സ് നിങ്ങൾക്ക് ഒരു ലെറ്റർ ടു എഡിറ്ററിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ദ മെനസ് ഓഫ് സ്ട്രേ ഡോഗ്സ് ഹാസ് ഇൻക്രീസ്ഡ് ഇൻ അലാമിംഗ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ ഈ ഒരു ശല്യം വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിൽ തോതിൽ ഉയർന്നിട്ടുണ്ട് ഞങ്ങളുടെ വില്ലേജിൽ. വിത്ത് ന്യൂ ലിറ്റേഴ്സ് ബീയിങ് ഫൗണ്ട് ഇൻ എവറി ന്യൂക്ക് ആൻഡ് കോർണർ. ഓരോ മുക്കിലും മൂലയിലൊക്കെ പുതിയ നായ്ക്കുട്ടികളുണ്ടായി വരുന്നു. ദീസ് ഡോഗ്സ് ആർ ക്വൈറ്റ് വയലൻറ്റ്. അവ അക്രമകാരികളാണ്. മോസ്റ്റ് ഓഫൺ പെഡസ്ട്രിയൻസ് ആൻഡ് സ്കൂൾ ചിൽഡ്രൻ ആർ അറ്റാക്ഡ് ബൈ സ്ട്രേ ഡോഗ്സ്. കാൽനടക്കാരും സ്കൂൾ കുട്ടികളും പലപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സം ഓഫ് ദീസ് ഡോഗ്സ് ആർ ഓൾസോ സീംസ് ടു ബി സഫറിങ് ഫ്രം ഡിസീസസ്. ചില നായ്ക്കൾക്കൊക്കെ അസുഖങ്ങളുണ്ട്. ചിൽഡ്രൻ ഫിയർ ടു പ്ലേ ഔട്ട്സൈഡ്. കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാൻ ഭയം. പീപ്പിൾ ആർ സ്കെയർഡ് ഓഫ് വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ്. നടക്കാൻ ഭയം ആളുകൾക്ക്. വി റിക്വസ്റ്റ് ദ കൺസേൺഡ് അതോറിറ്റീസ് ടു ടേക്ക് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആൻഡ് സേവ് ലൈവ്സ് ഓഫ് ദ പബ്ലിക് ഫ്രം വാണ്ടറിംഗ് ഡോഗ്സ്. ഈ അലഞ്ഞുതിരിയുന്ന നായ്ക്കളിൽ നിന്ന് പബ്ലിക്കിനെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അധികാരികളോട് അപേക്ഷിച്ചുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുന്നു. യോഴ്സ് ട്രൂലി, സിഗ്നേച്ചർ, നെയിം ഓഫ് ദ സെൻഡർ. Next, Helen Keller decides to write a letter to her friend describing the role played by her teacher in molding her personality and talents. Attempt a possible letter for her. ഇപ്പോൾ ടീച്ചറെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഹെലൻ കെല്ലർ സുഹൃത്തിൻ്റെ ഒരു കത്തയക്കുകയാണ്. പേഴ്സണൽ ലെറ്ററാണ്, അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഐവി ഗ്രീൻ, ടസ്കംബിയ, അലബാമ. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 87 വർഷം. ഡിയർ ഫ്രണ്ട് ഷേർലി അഭിസംബോധന ചെയ്തിട്ടാണ് കത്ത് തുടങ്ങുന്നത്. ഇറ്റ്സ് സോ ലോങ് സിൻസ് ഐ ഹേർഡ് ഫ്രം യു. കുറേ കാലമായിട്ട് നിന്നിൽ നിന്ന് ന്യൂസ് ഒന്നുമില്ല. ടുഡേ ഐ ഹാവ് എ റീസൺ ടു റൈറ്റ് ടു യു. എനിക്കൊരു കാരണമുണ്ട് നിനക്ക് കത്തെഴുതുന്നതിൽ. ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് എ പേഴ്സൺ ഹൂ ബ്രോട്ട് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയ ഒരാളെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. എ ഫ്യൂ മന്ത്സ് ബാക്ക് ഐ ഗോട്ട് മൈ ടീച്ചർ, ദ വൺ ഹൂം ഐ ഡ്രീംഡ് ഓഫ്. ഞാൻ സ്വപ്നം കണ്ട ടീച്ചറെ എനിക്ക് കുറച്ച് മാസം മുമ്പ് കിട്ടി. ഷീ ഈസ് റിയലി എ മിറക്കിൾ വർക്കർ. അത്ഭുതം പ്രവർത്തിക്കുന്നവരാണവർ. ഷീ ഈസ് റിയലി ആൻ ഇൻസ്പിറേഷൻ ടു മീ ബൈ ഓൾ മീൻസ്. എല്ലാം കൊണ്ടും എനിക്കൊരു ഇൻസ്പിറേഷനാണ്. ഷീ വർക്ക് ടു സോഷ്യലൈസ് ഹെർ വൈൽഡ് സ്റ്റബൺ സ്റ്റുഡൻറ്റ് ആൻഡ് ഷീ ഫൗണ്ട് സക്സസ് ഇൻ ഇറ്റ്. മാർക്കടമുഷ്ടിക്കാരിയായ ആ കുട്ടിയെ ഒന്ന് മെരുക്കുന്നതിൽ അവൾ വിജയിച്ചിരിക്കുന്നു. നൗ ദ പേഴ്സൺ ഹൂം ഐ ലവ് മച്ച് ഈസ് മിസ് ആനി സലിവൻ. ഞാനിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആനി സലിവനാണ്. നൗ ഐ ആം നിയറിംഗ് ടു ദ ലൈറ്റ് ഓഫ് നോളേജ്. ഞാനിപ്പോൾ അറിവിൻ്റെ പ്രകാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ട്രൈങ് ടു എഫേസ് ഡാർക്ക്നെസ് ഫ്രം മീ. എന്നിൽ നിന്ന് ഇരുട്ട് തുടച്ചു നീക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഷീ അപ്ലൈസ് ന്യൂ ടെക്നീക്സ് ടു ടീച്ച് മീ. എന്നെ പഠിപ്പിക്കാൻ പുതിയ ടെക്നീക്സ് ഉപയോഗിക്കുന്നു അവർ.
She started finger spelling. Finger spelling എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ചു. One day she held my hands under water and spelled out water in my palm. എൻ്റെ കൈ ഒരിക്കൽ വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് water എന്ന് എൻ്റെ കയ്യിൽ എഴുതി. I am so glad that I have started to read, write and speak. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാനിപ്പോൾ എഴുതാനും വായിക്കാനും തുടങ്ങിയിരിക്കുന്നു. All credit goes to my dear teacher. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ ടീച്ചർക്കാണ്. Looking forward to hearing from you soon. നിന്നിൽ നിന്ന് മറുപടി ഉടൻ പ്രതീക്ഷിച്ചുകൊണ്ട് yours lovingly, Helen. Next question. Comment on the role of Luca in the play Boor. Boor എന്ന നാടകത്തിലെ ലൂക്ക എന്ന കഥാപാത്രത്തിൻ്റെ റോൾ എന്താണ്? Luca is an old and faithful servant of Popo in the play The Boor. Boor എന്ന നാടകത്തിലെ സെർവൻ്റാണ് ലൂക്ക, അതായത് പോപ്പോവിൻ്റെ സെർവൻ്റ്. He dislikes the mourning condition of his mistress even after 7 months of her husband's demise. ഭർത്താവിൻ്റെ മരണത്തിന് 7 മാസത്തിന് ശേഷവും തൻ്റെ യജമാനത്തെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിന്. He advises his young and pretty mistress that she should not shut herself up in 4 walls. 4 ചുവരുകൾക്കുള്ളിൽ അവളിങ്ങനെ അടച്ചിരിക്കരുത് എന്ന് അഡ്വൈസ് ചെയ്യുകയാണ് ലൂക്ക. He consoles her and motivates her to meet people. ആളുകളെ കാണാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു. She has grieved over it well enough. ഒരുപാട് ദുഃഖിച്ചതാണെന്ന് പറയുന്നു. To him, life is not something to be wasted but to be enjoyed. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനുള്ളതാണ്, വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. To him, she is young enough to start a life anew. Means a new life. പുതിയൊരു ജീവിതം തുടങ്ങാൻ അതിനു മാത്രം അവൾ യങ്ങാണ്. In the end, he is taken aback. അവസാനം അദ്ദേഹം ഞെട്ടുകയാണ്. When he sees Mrs. Popov in Smirnov arms. സ്മിർനോവിൻ്റെ കൈകളിൽ മിസ്സിസ് പോപ്പോവിനെ കാണുന്ന സമയത്ത്. Next, 28th question. Does the mother make a poor judgment of the relationship between the boy and the snake? Why? Discuss. ബോയും സ്നേക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മദറിൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റായോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ജഡ്ജ്മെൻ്റാണോ മദർ നടത്തിയത്? ആണെങ്കിൽ എന്തുകൊണ്ട്? ഡിസ്കസ്. ചാൾസ് ലാംസ് പോയം ദ ബോയ് ആൻഡ് ദ സ്നേക്ക് ഹൈലൈറ്റ്സ് ദ തീം ഇന്നസെൻസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിഷ്കളങ്കതയാണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോയമാണ് ചാൾസ് ലാമിൻ്റെ ദ ബോയ് ആൻഡ് സ്നേക്ക് എന്നുള്ള പോയം. ദ ബോയ് നെയ്മഡ് ഹെൻറി ഈസ് വെരി ഇന്നസെൻറ്റ്. ഹെൻറി വളരെ നിഷ്കളങ്കനാണ്. ഹി കീപ്സ് കമ്പനി വിത്ത് എ സ്നേക്ക് ഫോർ ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. പാമ്പുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടുകൂടുന്നു. ആക്ച്വലി ദ ചൈൽഡ് ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹിസ് ഫ്രണ്ട് വാസ് എ ഫൈൻ ഗ്രേ പ്രിറ്റി ബേർഡ്. അമ്മയോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു നരച്ച പക്ഷിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ദ ബോയ്സ് ഇന്നസെൻസ് ദാറ്റ് ഹെൽപ്പ് ഹിം ടു ബി ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ പോയ്സണസ് സ്നേക്ക്. ബോയുടെ നിഷ്കളങ്കത കാരണമാണ് അവനൊരു വിഷപ്പാമ്പിനോട് ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ സഹായകമായത്. ഇഫ് ദ ബോയ് വാസ് റിയലി ഗ്രോൺ അപ്പ്, അവൻ വലുതായിരുന്നെങ്കിൽ ഹി വുഡ് നെവർ കൺസിഡർ ദ സ്നേക്ക് ആസ് എ ഫ്രണ്ട്. വലുതായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അറിവ് വന്നിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും പാമ്പിനെ കൂട്ടാളിയായി കൂട്ടുമായിരുന്നില്ല. Then he will treat the snake as his enemy. അവനെ ശത്രുവായി കാണുമായിരുന്നു. The boy's mother was very much afraid at the sight of the snake. അമ്മ വലുതായ ആളാണ്, അതുകൊണ്ട് പാമ്പിനെ കണ്ടപ്പോൾ പേടിയായിട്ടുണ്ടാവും അമ്മയ്ക്ക്. Mother doesn't have any innocence at her heart to treat the snake as a friend of her child. അപ്പോൾ അമ്മയ്ക്ക് അതിന് മാത്രം നിഷ്കളങ്കതയൊന്നുമില്ല അല്ലേ ഹൃദയത്തിൽ. അതുകൊണ്ട് സ്നേഹിക്കനെ തൻ്റെ മകൻ്റെ കൂട്ടുകാരനായിട്ട് കാണാൻ അവർക്ക് സാധിച്ചില്ല. ഷീ ഈസ് സ്റ്റാൻഡിങ് ഫാർ അവേ ഫ്രം ഹെർ ചൈൽഡ് ആൻഡ് ഹിസ് ഫ്രണ്ട്. മകൻ്റെ അടുത്തു നിന്നും മകൻ്റെ സുഹൃത്തിൻ്റെ അടുത്തു നിന്നും മാറി നിൽക്കുകയാണ് ആ അമ്മ. ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് വി ആർ ഗ്രോൺ അപ്പ് വി വിൽ ബി ഗൈഡഡ് ബൈ സെൽഫിഷ്നെസ് ആൻഡ് ക്രൂവൽറ്റി. നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മളെ നയിക്കുന്നത് സ്വാർത്ഥതയും ക്രൂരതയുമാണെന്നാണ് അതിൻ്റെ അർത്ഥം. In this poem, we can see the difference in the attitude of mother and the son towards the snake. ഇവിടെ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡാണ് ഡിഫറൻസ് അല്ലേ, ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ് ആണ് കാണുന്നത്. ഷീ ഈസ് വെരി വറീഡ് ആൻഡ് ദ ചൈൽഡ് ഈസ് വെരി കാം, ക്വയറ്റ് ആൻഡ് ഇന്നസെൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് 6 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ. നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.